വയനാട് മുള്ളൻകൊല്ലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി വിതച്ച കടുവ കൂട്ടിലായി. ദിവസങ്ങളായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നലെ മുള്ളൻകൊല്ലി ടൗണിലും കടുവ ഇറങ്ങിയിരുന്നു. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ കടുവ കുടുങ്ങിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഒരു മാസത്തോളമായി ഈ കടുവയുടെ ശല്യം മുള്ളൻകൊല്ലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് വനമൂലിക ഫാക്ടറിക്കടുത്ത് ഈ കടുവയെ പിടിക്കുന്നതിനായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ഇന്നലെയും കടുവ മുള്ളൻകൊല്ലി ടൗണിൽ ഇറങ്ങി. മുള്ളൻകൊല്ലി പള്ളിയിലേക്ക് രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ആളുകൾ ഈ കടുവയെ കണ്ട് ഭീതിയിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരു കാളക്കുട്ടിയെയും കടുവ ഇന്നലെ കൊന്നിരുന്നു. ഈ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. അധികം പ്രായമില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടുതൽ നടപടികൾ ഈ കടുവയെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളൊക്കെ നടത്താനിരിക്കുന്നതേ ഉള്ളൂ. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്താനുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ്, ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഈ കടുവ വനമൂലിക ഫാക്ടറിക്കടുത്തുള്ള വെച്ച കൂട്ടിൽ, അതായത് ഒരാഴ്ച മുൻപ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. വേണു, അരുൺ പാറയ്ക്കലാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.